നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ ജാസ്മിന് സാധിച്ചുവെങ്കിലും ഒരുപക്ഷെ സീസൺ 6 ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി. കടുത്ത വിമർശനമാണ് ഈ കോംബോയ്ക്കെതിരെ പിന്നീട് ഉയർന്നു വന്നത്. സുഹൃത്താണെന്ന് പറഞ്ഞ് പങ്കാളിയോടെന്ന പോലെയാണ് ജാസ്മിന്റെ പെരുമാറ്റം എന്ന ആക്ഷേപം ശക്തമായി. എന്തിന് ഈ സുഹൃത്തിന്റെ പേരിൽ ജാസ്മിന്റെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമണങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു. ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിൽ എന്നതുപോലെ തന്നെ പുറത്തും തുടർന്നു. ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. ഗബ്രിയുമായി മാത്രമല്ല, ഹൗസിലെ മറ്റ് സഹ മത്സരാർത്ഥികളുമായി വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ സൂക്ഷിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും. ഇപ്പോഴത്തെ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയ റീലാണ് ചർച്ചയാകുന്നത്. കുഞ്ചാക്കോ ബോബന്റെ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമര നൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം. ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ജാസ്മിൻ ധരിച്ചത്. ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിന്റെ പുതിയ റീലിന് വിമർശിച്ചുള്ള കമന്റുകൾ വന്നത്. തുണി കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത്. അക്കൗണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളുടെ തുണി കുറയുമെന്നത് അറിയില്ലേ എന്നാണ് മറ്റൊരാൾ അതിനുള്ള മറുപടിയായി കുറിച്ചത്. ഇതൊരിക്കലും ജാസ്മിനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ. ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു. നിങ്ങൾക്ക് അർഹമായത് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ? ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചിക്കുട്ടിയെ ഫോളോ ചെയ്തത്. ഇയാൾ എപ്പോഴും ആ തട്ടം തന്നെയാണ്. പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ വെറുത്തു തുടങ്ങി. പണ്ട് ഹറാമായിരുന്നത് പണവും ഫെയിമും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ. അതേസമയം ജാസ്മിനെ പിന്തുണച്ചും ചിലർ എത്തിയിട്ടുണ്ട്. സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ, അതിലെന്താണ് ഇത്ര ഗുരുതര പ്രശ്നം? വല്ലവരുടെയും ജീവിതം കണ്ട് കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ, അവൾ എന്തേലും ഇടട്ടെ, നിങ്ങളുടെ പൈസയ്ക്കല്ലല്ലോ എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ. കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം. കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്ത് നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത്.